റോഷി പാലുണ്ട്. റോഷി, വീണ്ടും അസാധാരണമായ നാടകീയ രംഗങ്ങൾ കേരള നിയമസഭയിലും സംഭവിക്കുന്നു. തമിഴ്നാട്ടിൽ സംഭവിച്ചതിൻ്റെ അത്ര വരില്ലെങ്കിൽ പോലും കേരളത്തിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു. പക്ഷേ മുഖ്യമന്ത്രി പറയുന്ന അനുസരിച്ച് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ചില ഭാഗങ്ങൾ ഒഴിവാക്കുന്നു, വളരെ ചെറിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രി തന്നെ ഇത് വായിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. എന്താണ് ഇപ്പോൾ സഭയിൽ സംഭവിച്ചത്? റോഷിപാൽ. അരുൺകുമാർ, ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തിയപ്പോൾ ആ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനമല്ല അവിടെ അദ്ദേഹം വായിച്ചത്. ഗവർണർ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും അതിനൊപ്പം തന്നെ മന്ത്രിസഭ തയ്യാറാക്കിയ നയപ്രഖ്യാപനത്തിലെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നിലപാട് കാരണം ബോധപൂർവം കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ, ആ ഭാഗങ്ങൾക്ക് ഒഴിവാക്കുകയാണ് ഗവർണർ ചെയ്തത്. ഈ കാര്യത്തിലുള്ള പ്രതിഷേധം കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം സഭയിൽ പ്രകടിപ്പിച്ചത്. അതിനുശേഷം സർക്കാർ തയ്യാറാക്കിയ മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അത് അച്ചടിച്ച് വിതരണം ചെയ്യുകയും ആ നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിക്കണമെന്ന് സഭയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ തയ്യാറാക്കിയ ആ നയപ്രഖ്യാപന പ്രസംഗം നിയമസഭ അംഗീകരിക്കുന്ന സാഹചര്യമുണ്ടായി. നേരത്തെ തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള കടുത്ത വിമർശനങ്ങളിൽ വിയോജിപ്പ് ഗവർണർ പ്രകടിപ്പിച്ചതാണ്. ആ ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് വായിക്കുക എന്ന് അറിയിച്ചിരുന്നു. ഏതായാലും എല്ലാ ഭാഗങ്ങളും ഒഴിവാക്കിയില്ലെങ്കിലും പ്രധാനപ്പെട്ട വിമർശനങ്ങൾ, കടുത്ത വിമർശനങ്ങൾ ഒഴിവാക്കി. അതേസമയം തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾ കാരണമാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി എന്നടക്കമുള്ള ചില ഭാഗങ്ങളുണ്ട്. അത് ആ വിമർശനങ്ങൾ, കടുത്ത വിമർശനങ്ങൾ മയപ്പെടുത്തിയാണ് ഗവർണർ അവതരിപ്പിച്ചത്. അതേസമയം തന്നെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ബില്ലുകൾ തടഞ്ഞുവെച്ചതടക്കമുള്ള കാര്യങ്ങൾ അത് കേന്ദ്ര നയത്തിന്റെ തുടർച്ചയാണെന്ന ആരോപണങ്ങൾ അടക്കം അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിലുള്ള കടുത്ത പ്രതിഷേധം കൂടിയാണ് മുഖ്യമന്ത്രി സഭയ്ക്കകത്ത് അറിയിച്ചത്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം നിയമസഭ വിട്ടിറങ്ങിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ വിയോജിപ്പ് അറിയിക്കുകയും ഈ അച്ചടിച്ച മന്ത്രിസഭ തയ്യാറാക്കിയ ആ നയപ്രഖ്യാപനം അംഗീകരിക്കണമെന്ന് സഭയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. സ്പീക്കർ അതിന് അനുമതി നൽകുകയും ചെയ്തു. ഏതായാലും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ആയിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിൽ എടുത്തുകാട്ടേണ്ടവ. കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ, സർക്കാരിന്റെ നയങ്ങൾ, അത് ജനങ്ങൾക്കുണ്ടായ നേട്ടങ്ങൾ, ക്ഷേമപ്രവർത്തനങ്ങൾ, അങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം. ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള നയപ്രഖ്യാപനമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പലപ്പോഴും നയപ്രഖ്യാപന പ്രസംഗത്തിന് പോലും ഗവർണർ തയ്യാറാകാത്ത സാഹചര്യമുണ്ടായിരുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു അന്ന് നയപ്രഖ്യാപന പ്രസംഗം ബഹിഷ്കരിക്കാനുള്ള നീക്കം ഗവർണർ നടത്തിയത്. അന്ന് ഒത്തുതീർപ്പിലൂടെയൊക്കെയാണ് നിയമസഭയിലേക്ക് ഗവർണറെ എത്തിച്ചതെങ്കിൽ ഈ ഗവർണർ അങ്ങനെയല്ല. രാജേന്ദ്ര അർലേക്കർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് നയപ്രഖ്യാപന പ്രസംഗത്തിൽ സ്വയം തിരുത്തലുകൾ വരുത്തി അനുയോജ്യമായ രീതിയിൽ നയം പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. അത് കീഴ്വഴക്കമല്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഏതായാലും സർക്കാർ കടുത്ത വിമർശനം കേന്ദ്രത്തിന്, പ്രത്യേകിച്ച് ദീർഘകാലമായി സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ശ്രമം കേന്ദ്രം നടത്തുന്നു. അവകാശപ്പെട്ട പണം പോലും നൽകുന്നില്ല. ഏതാണ്ട് 17,000 കോടി രൂപയോളം നിലവിൽ സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ട്. അത് അവകാശപ്പെട്ട പണമാണ്. GSTയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ നഷ്ടം സംസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അത് ദീർഘകാലമായി ധനമന്ത്രി തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് മുന്നിലേക്ക് നിവേദനമായി എത്തിച്ചതാണ്. അതിലൊന്നും അനുകൂലമായ പ്രതികരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ സംസ്ഥാന സർക്കാരിനോടുള്ള കേന്ദ്രത്തിന്റെ സമീപനത്തെ വിമർശനാത്മകമായി ചൂണ്ടിക്കാണിച്ചത്. ആ ഭാഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയത്, ഏതാണ്ട് ആ ഭാഗങ്ങൾ ഒഴിവാക്കിയ 3ഓളം ഖണ്ഡികകൾ ഒഴിവാക്കിയതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ആ ഖണ്ഡികകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് 12, 15, 16 ഖണ്ഡികളാണ് ഗവർണർ ഒഴിവാക്കിയതെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര വിമർശനം ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ അച്ചടിച്ച ഈ നയപ്രഖ്യാപനം നിയമസഭ അംഗീകരിച്ചു. അങ്ങനെ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇത് ഏതൊക്കെ ഭാഗങ്ങളാണ് വിട്ടതെന്ന് ഒരിക്കൽ കൂടി നമുക്ക് പ്രേക്ഷകരോട് പറയാം റോഷി. അതായത് നമ്മൾ ആദ്യം കേൾക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നതടക്കം, സംസ്ഥാന സർക്കാരിന് തരേണ്ട പണം കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചതിന്റെ കണക്കുകളടക്കം ഗവർണർ വായിക്കുന്നതാണ് നമ്മൾ കേട്ടത്. അപ്പോൾ വിമർശനം വായിച്ചു എന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ നമുക്ക് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ വായിക്കുന്നതിന് മുമ്പ്. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നയപ്രഖ്യാപന പ്രസംഗത്തിലെ പ്രസക്തമായ ഒരു ഭാഗത്ത് പറയുന്നു, സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുന്നു,
ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ഇക്കാര്യം ഗവർണർ വായിച്ചില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ബില്ലുകൾ കെട്ടിക്കിടക്കുന്നത് കുറിച്ചുള്ള ഭാഗവും കേന്ദ്രം സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞ ഭാഗവും ഗവർണർ ഒഴിവാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് രണ്ടും എന്തിന് ഗവർണർ ഒഴിവാക്കി? അതുകൊണ്ട് ഈ ഒഴിവാക്കിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ഗവർണർ ഇതിനിടയിൽ കൂട്ടിച്ചേർത്തൊരു ഭാഗം ഒഴിവാക്കി യഥാർത്ഥ നയപ്രഖ്യാപന പ്രസംഗം അംഗീകരിക്കാനാണ് സഭയോട് ആവശ്യപ്പെട്ടത്. അതിപ്പോൾ സഭ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗവർണറുടെ പ്രസംഗമല്ല ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. പകരം ഗവർണർ വായിക്കാത്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയും ഗവർണർ കൂട്ടിച്ചേർത്ത ഭാഗം ഒഴിവാക്കിയുമുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. അതിന്മേലായിരിക്കും ഇനി നന്ദിപ്രമേയ ചർച്ച നടക്കുക, അല്ലേ? അരുൺകുമാർ, അങ്ങനെയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം, അത് മന്ത്രിസഭ അംഗീകരിച്ച് ഗവർണർക്ക് കൈമാറിയ നയപ്രഖ്യാപന പ്രസംഗത്തിലെ 12, 15, 16 ഗണ്ണികളാണ് ഒഴിവാക്കിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആ ഗണ്ണികൾ ഉൾപ്പെടുത്തിയുള്ള നേരത്തെ ഗവർണർക്ക് കൈമാറിയ തിരുത്തൽ വരുത്താത്ത നയപ്രഖ്യാപനം, ആ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് നന്ദിപ്രമേയ ചർച്ചകളിലേക്ക് നിയമസഭ കടക്കുക. അതിന് വിയോജിപ്പുകൾ ഉണ്ടായിട്ടില്ല. അച്ചടിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ ഭാഗങ്ങൾ ഒഴിവാക്കുന്നതിന്റെ കാരണം അതൊക്കെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനം എന്നതുകൊണ്ട് മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട്. ആ ഭാഗങ്ങൾ അതിൽ ഏറ്റവും പ്രധാനം 15-ാമത്തേതിൽ സാമ്പത്തിക ഞെരുക്കം, ആരോഗ്യം, വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികൾ, കൃഷി തുടങ്ങിയതിൽ സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുകയാണ്. അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനമാണ്. അധികാരങ്ങളുടെ അമിതമായ കേന്ദ്രീകരണത്തെക്കുറിച്ചും സംസ്ഥാനത്തിന്റെ അധികാരപരിധിയുള്ള വിഷയങ്ങളിൽ യൂണിയന്റെ ഇടപെടൽ വർദ്ധിക്കുന്നതിനെക്കുറിച്ചും കേരളം ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുന്നു. ഈ വിഷയങ്ങളിൽ എന്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയാണ്. അതായത് സംസ്ഥാനത്തെ നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ തടഞ്ഞുവെച്ചത്, ഒപ്പിടാതെ വർഷങ്ങളായി മാസങ്ങളായി തടഞ്ഞുവെച്ച കാര്യം അതാണ് എനിക്ക് മനസ്സിലാവാതെ പോകുന്നത്. നമുക്ക് PDT ആചാര്യയെ കൂടി ഒന്ന് വിളിക്കാം. ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ PDT ആചാര്യയെ കൂടി ഒന്ന് വിളിക്കാവുന്നതാണ്. 15-ാമത്തെ ഒന്നുകൂടി പറയാമോ റോഷി? ഏതൊക്കെ പാരഗ്രാഫുകളാണ്? 15-ാമത്തെ പാരഗ്രാഫിലെ ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. ഈ വിഷയത്തിൽ എന്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിനെ റഫർ ചെയ്തിരിക്കുകയാണ്. ദാറ്റ്സ് എ ഫാക്ട്. ഇതൊരു വസ്തുതയാണ്. ആ വസ്തുത എന്തിനാണ് ഗവർണർ വിടുന്നത്? അരുൺകുമാർ, ഇതിൽ 12-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഇത്തരം സാമൂഹികവും സ്ഥാപനപരവുമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ധനകാര്യ ഫെഡറലിസത്തിന്റെ ഭരണഘടനാപരമായ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന യൂണിയൻ ഗവൺമെന്റ് തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഫലമായി കേരളം ഗുരുതരമായി. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒപ്പം പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാട് വിശദീകരിക്കാനായി പ്രതിപക്ഷ നേതാക്കൾ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. 12, 15, 16 ഈ അച്ചടിച്ച ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലെ 12, 15, 16 ഗണ്ണികൾ അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനമാണ്. കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സാമ്പത്തിക നിലപാടുകൾ, ഒപ്പം ഗവർണർ ബില്ലുകൾ തടഞ്ഞുവെച്ചതിനോടുള്ള വിയോജിപ്പ്, അതിൽ നിയമ പോരാട്ടം നടത്തുന്ന ഈ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി അടക്കം മാധ്യമങ്ങളെ കണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിലെ പ്രതിപക്ഷത്തിന്റെ നിലപാട് വിശദീകരിക്കുകയാണ് അരുൺകുമാർ. ഓക്കെ, നമുക്ക് കാണാം.